അങ്ങനെ വേണ്ട 4.5 കിലോമീറ്റർ നമ്മൾ നോർത്ത് കാരോലൈന കടന്ന് സൗത്ത് കാരോലൈനയിലേക്ക് കയറാൻ പോവാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ജോർജിയൻ കൂടെ ഫ്ലോറിഡയ്ക്ക് മുമ്പേ നമുക്കുള്ളൂ. പുതിയൊരു ലോകം, ഇളം തെന്നൽ മൂളുന്ന ഗാനം, ഇളവയിൽ പോലുള്ള സ്നേഹം, ഇനാക്കൾ കടം തന്ന ലോകം. മലത്തിൻ്റെ ഓരോ മുട്ടും ഓരോ സ്വത്തും അവർ പറയാതെ വയ്യ. ഈ റോഡും പരിസരങ്ങളും എല്ലാം ഇത്രയും വൃത്തിക്ക് കിടക്കാൻ കാരണം വേറൊന്നുമല്ല, ഇവർ നല്ല രീതിയിൽ ഹൈവേ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹൈവേ മെയിൻ്റനൻസിൻ്റെ ടീമുകൾ അവിടെ ഇവിടെ എല്ലാം വണ്ടി നിർത്തി ഇവിടുത്തെ ഗാർബേജുകളും വേസ്റ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചീഞ്ഞ് കിടക്കുന്ന സാധനങ്ങളും എല്ലാം കോൺസ്റ്റൻ്റ്ലി ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുക. ഈ മഴയത്ത് പോലും അവരതെല്ലാം റിമൂവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് നല്ല ട്രാഫിക്കാണ് ഷാർലറ്റ് എടുക്കുമ്പോൾ കേട്ടോ. കിഡിലൻ മറീനൊക്കെ ആണല്ലോ, സൂപ്പർ അടിപൊളി, നല്ല ബ്യൂട്ടിഫുൾ സെറ്റപ്പ്. അപ്പോൾ പറഞ്ഞു വന്നത് വേറെ ഒന്നുമില്ല, നമ്മളിങ്ങനെ ട്രാഫിക്കിൽ കിടന്നപ്പോഴാണ് ഇവിടുത്തെ നമ്പർ പ്ലേറ്റുകൾ ശ്രദ്ധിച്ചതേ. ഈ നോർത്ത് കാരോലൈനയുടെ നമ്പർ പ്ലേറ്റിൻ്റെ അകത്തും മിക്കതിൻ്റെ അകത്തും ഫസ്റ്റ് ഇൻ ഫ്ലൈറ്റ് എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് മുകളിൽ. അതെന്നാ സംഭവം എന്ന് ഇങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ റൈറ്റ് ബ്രദേഴ്സ് ഉണ്ടല്ലോ, വിമാനം കണ്ടുപിടിച്ച റൈറ്റ് ബ്രദേഴ്സ് ഒഫീഷ്യലി ഒഹായോയിൽ നിന്നായിരുന്നു എങ്കിലും അവരുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തിയത് ഈ നോർത്ത് കാരോലൈന വന്നിട്ടാണ്. കാരണം അവർക്ക് ഒഹായോയിലായിരുന്നു അവരുടെ വീട് നിന്നുണ്ടെങ്കിലും അവർക്ക് അവിടുന്ന് ആവശ്യത്തിനുള്ള സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിരുന്നില്ല. അതുകൂടാതെ ഈ നോർത്ത് കാരോലൈനയിലെ വിൻഡ് കണ്ടീഷൻസ്, കാറ്റിൻ്റെ കണ്ടീഷൻസ് ഉണ്ടല്ലോ, അതായിരുന്നു ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള, അതായത് അവരുടെ ഫസ്റ്റ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത്. അതിൻ്റെ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നോർത്ത് കാരോലൈനയിലേക്ക് മൂവ് ചെയ്യുകയും ഈ റൈറ്റ് ബ്രദേഴ്സിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് ഒഹായോയിൽ നിന്ന് കിട്ടാത്തത് ഈ നോർത്ത് കാരോലൈനക്കാരെല്ലാം കൂടെ കൊടുക്കുകയും അവരുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് വിമാനം പറന്നു പൊങ്ങിയത് ഈ നോർത്ത് കാരോലൈനയിൽ നിന്നുമാണ്. അപ്പോൾ അതിൽ ഇവർ എക്സ്ട്രീം നാച്ചുറലി ആലോചിച്ച് വിമാനത്തിൻ്റെ കണ്ടുപിടുത്തം ഈ ലോകത്തിൻ്റെ ഗതിയെ തന്നെ എത്രമാത്രം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നോർത്ത് കാരോലൈനക്കാരെല്ലാം ഭയങ്കര പ്രൗഡാണ് റൈറ്റ് ബ്രദേഴ്സിൻ്റെ കാര്യത്തിലും ഇവിടെ നിന്നാണ് ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തിയെന്നുള്ളതിലും. അതുകൊണ്ടാണ് ഇവരുടെ എല്ലാം നമ്പർ പ്ലേറ്റിൽ ഇതുപോലെ ഫസ്റ്റ് ഇൻ ഫ്ലൈറ്റ് എന്നുള്ള രീതി എഴുതി വെച്ചേക്കുന്നത്. കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന I-77 ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, ഇത് എക്സ്പ്രസ് ലൈനാണ്, ഇത് കളക്ടേഴ്സും. പക്ഷേ നമുക്ക് ശരിക്കും എക്സ്പ്രസ്സിൽ കൂടെ കയറി പോകാനാണ് നമ്മൾ GPS കാണിക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് അവർ കാണിക്കുന്നുണ്ട് സിംഗിൾ ആക്സിൽ ട്രെയിലേഴ്സ് അലൗഡ് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം നമുക്കത് അലൗഡ് ആണോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല, അതിലൊരു ചെറിയ കൺഫ്യൂഷനുണ്ട്. ഞാൻ കുറച്ച് നേരമായിട്ട് നോക്കിയിട്ട് എക്സ്പ്രസ്സിൽ കൂടെ നമ്മുടെ സെമി ട്രക്കൊന്നും പോകുന്നതും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലം എക്സ്പ്രസ്സിൽ കയറേണ്ട. അതുകൊണ്ടോ 2 ആക്സിൽസ് ഉള്ളി, നമുക്ക് മൾട്ടിപ്പിൾ ആക്സിൽസ് ഉണ്ടല്ലോ എക്സ്പ്രസ് ലൈൻസ്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് എക്സ്പ്രസ്സിൽ കയറാതെ പുറത്തേക്കൂടെ പോകാം. മുമ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒടുക്കത്തെ ട്രാഫിക്കാട്ടോ. നോക്കിക്കേ, എന്തൊക്കെയോ അപകടങ്ങളോ ഏതാണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ എത്രയേനും. പക്ഷെ ഇവർ എക്സ്പ്രസ് ലൈനിൽ ട്രക്ക് വിടാത്തവർ വല്ലാത്ത പ്രശ്നമാണ്. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നോക്കാം അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. അങ്ങനെ നമ്മൾ നോർത്ത് കാരോലൈനയുടെ കൊമേഴ്സ്യൽ ഹബ്ബായിട്ടുള്ള ഷാർലറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡൗൺ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. ദൈവാനുഗ്രഹിച്ച് നമ്മുടെ മഴ അങ്ങ് മാറി മൊത്തത്തിൽ ക്ലിയർ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബെറ്റർ വിഷ്വൽസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ.
നമുക്കിനി നല്ല ഇതേ കണ്ടോ, കിടിലൻ സ്കൈ ലൈനുകളൊക്കെ നമുക്ക് അവിടെ കാണാറായിട്ടുണ്ട്. ശരിക്കും ഈ ഷാർലറ്റ് ഈ ഒരു ടൗൺ ആണ് ഇതിൻ്റെ ഒരു കൊമേഴ്സ്യൽ ഹബ്ബ് എന്നുണ്ടെങ്കിലും ക്യാപിറ്റൽ സിറ്റി ഇതല്ല കേട്ടോ. നോർത്ത് കാരോലൈനയുടെ ക്യാപിറ്റൽ സിറ്റി റെയ്ലി എന്നറിയപ്പെടുന്ന ഒരു സിറ്റിയാണ്. ഞാനത് പറയുന്നത് കറക്റ്റായിട്ടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ അറിയാവുന്നവരൊന്ന് കറക്റ്റ് ചെയ്തേക്കണേ. RALEIGH റെയ്ലി എന്നാണ് എനിക്കതിനെ വായിക്കാൻ പറ്റിയത്. ആ ഒരു സിറ്റിയാണ് നോർത്ത് കാരോലൈനയുടെ ക്യാപിറ്റൽ. വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞത് അത് നാസ്കാറിൻ്റെ വേറെ ആണ്ട് വേണ്ട അപ് ടൗൺ നാസ്കാർ ഹോൾ ഓഫ് ഫെയിം എന്ന് ഇവിടെ എഴുതി കാണിച്ചു. അപ്പോൾ എനിക്ക് ആ കൺഫ്യൂഷൻ, അതിപ്പോൾ ഷാർലറ്റിൽ തന്നെയാണോ അത് നമ്മൾ ഇച്ചിരി നേരം മുമ്പ് കണ്ടോ അവിടെയും നാസ്കാർ റിലേറ്റഡ് ഏതാണ്ട് ഒരു സംഭവം എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു. കൺഫ്യൂഷനായി. അങ്ങനെ വേണ്ട 4.5 കിലോമീറ്ററിൽ നമ്മൾ നോർത്ത് കാരോലൈന കടന്ന് സൗത്ത് കാരോലൈനയിലേക്ക് കയറാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ജോർജിയൻ കൂടെ ഫ്ലോറിഡയ്ക്ക് മുമ്പേ നമുക്കുള്ളൂ. നമ്മൾ സൗത്ത് കാരോലൈനയിലേക്ക് കയറാൻ പോകുന്നതിൻ്റെ ആ പോർട്ട് ഓഫ് എൻട്രിയുടെ നോട്ടിഫിക്കേഷൻ. അങ്ങനെ നമ്മൾ ഒഫീഷ്യലി നോർത്ത് കാരോലൈനയിൽ നിന്ന് സൗത്ത് കാരോലൈനയിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ കൊളംബിയ എന്ന് പറയുന്ന ബോർഡ് കണ്ടോ? എനിക്ക് തോന്നുന്നു സൗത്ത് കാരോലൈനയിലെ ഒരു വളരെ മേജറായിട്ടുള്ള സിറ്റിയാണ് ഈ കൊളംബിയ. നമ്മൾ കൊളംബിയ വഴിയാണ് അടുത്ത് പോകുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത മേജർ ടൗൺ കൊളംബിയ. വെൽക്കം ടു സൗത്ത് കാരോലൈന. കണ്ടോ, നിങ്ങൾ കണ്ടോ അവിടെ? അതേട്ടെ, നമുക്കപ്പോൾ ബൈപ്പാസ് വന്നു കേട്ടോ. ഇവിടെയും നമുക്ക് കയറേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സൈഡ് ചേർത്താണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പുറത്തേക്ക് ഇറങ്ങിപ്പോകാനുള്ള എല്ലാം നല്ല ടൈറ്റ് സ്പോട്ട്സ് ആയിരുന്നു. തന്നെയല്ല ചെറിയ ചെറിയ വണ്ടികൾ ഇഷ്ടംപോലെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ എല്ലാ റെസ്റ്റ് ഏരിയകളിലും കാണാറുള്ള പോലെ വേണ്ട ഒരു ചെറിയ പിക്നിക് ഏരിയയും നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ഫുഡും കൊണ്ടൊക്കെ വരുന്നവരാണെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കാനും, പിന്നെ പെറ്റ്സിനൊക്കെ ഓടി നടക്കാനുള്ള പെറ്റ് എക്സർസൈസ് ഏരിയ. വേണ്ട അവിടെ നോ പെറ്റ്സ് അലൗഡ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ ഈ ആ പിക്നിക് ഏരിയയിലായിരിക്കും നോ പെറ്റ്സ് അലൗഡ്. അത് ഇവിടെയൊക്കെ പട്ടിക്കൊക്കെ ഓടി നടന്ന് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ വേണ്ട നോക്കിക്കേ, വിശാലമായിട്ടുള്ള ഒരു ട്രക്ക് പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇതാണ് റെസ്റ്റ് ഏരിയയുടെ കെട്ടിടം. നമുക്ക് അകത്തൊന്ന് കയറി നോക്കാം. അതിൽ അകത്തേക്ക് കയറുമ്പം പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. രണ്ട് സൈഡിലും ജെൻസിനും ലേഡീസിനും വേണ്ടിയിട്ടുള്ള വാഷ്റൂം ഉണ്ടെന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. അതൊക്കെ ടെന്നസിയിലെ റെസ്റ്റ് ഏരിയ. ഏറ്റവും അടിപൊളി റെസ്റ്റ് ഏരിയ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ കണ്ടേക്കണേന്ന് കേട്ടോ. ടെന്നസി ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് അവരുടെ ടെന്നസീൻ്റെ ഒപ്പം തന്നെ ടെക്സാസിലെ റെസ്റ്റ് ഏരിയകൾ നല്ല കിടിലനാണ്. അതായത് ആ ഒരു സ്റ്റേറ്റിൻ്റെ ഹിസ്റ്ററി എല്ലാം അറിയിക്കുന്ന രീതിയിൽ കുറച്ച് ഡെക്കറേഷൻസും കുറച്ച് നല്ലൊരു ബൊട്ടിക്ക് കയറിയ ഫീലിംഗ് ആയിരിക്കും നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക്. പ്രത്യേകിച്ചൊന്നും കാണാനില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് പോയി ഫുഡും കഴിച്ച് വിട്ടു പോയേക്കാം. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മളെ ഫ്ലോറിഡയിലേക്ക് എത്തിക്കുന്ന ഇൻ്റർസ്റ്റേറ്റ് 95 എന്ന് പറയുന്ന ഹൈവേയിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇൻ്റർസ്റ്റേറ്റ് 95 പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സമയം നമ്മുടെ ഏകദേശം ഉച്ചയ്ക്ക് 1:20. അതുകൂടാതെ ഫ്ലോറിഡ
നമ്മുടെ ഫ്ലോറിഡയും ഒൻറ്റാറിയോയും ഒക്കെ ഒരേ ടൈം സോണിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒൻറ്റാറിയോ ടൈം തന്നെയാണ് ഫ്ലോറിഡയുടെയും ടൈം. നമ്മുടെ ഡെലിവറി നാളെ രാവിലെ 8 മണിക്കാണ്. ഇന്നിപ്പം എന്തായാലും നമ്മൾ ഏകദേശം ഒരു വൈകിട്ടത്തോടു കൂടി അവിടെ എത്തും. പക്ഷേ എന്നാലും ഡെലിവറി ഒന്നും നടക്കില്ല. അപ്പം നാളെ വേണം നമുക്ക് ഡെലിവറി ചെയ്യാനും പിക്കപ്പ് എടുക്കാനും ഒക്കെ. പിന്നെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം നമുക്ക് ജോർജിയ കടക്കാനുണ്ട്. ഇപ്പോഴും നമ്മൾ സൗത്ത് കാരോളൈന തന്നെയാണ്. വേണ്ട നിങ്ങൾ കാണാവുന്ന പോലെ നല്ല അടിപൊളി റോഡ്, മെയിൻലി 2 ലൈനാണ്. അങ്ങ് കിടക്കുന്നു. എനിക്ക് തോന്നുന്നു അങ്ങ് ഫ്ലോറിഡ വരെ ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. 2 സൈഡിലും നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ കാഴ്ചകൾ. ഇതല്ലാതെ വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം എന്തായാലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഉണ്ട്. സ്കൈ ഒക്കെ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞ് കുറേ പേര് നമ്മുടെ കമൻസൊക്കെ ആയിട്ട് പല പല കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ. അതിനൊക്കെ ചില ഉത്തരങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് പയ്യെ അങ്ങ് പോവാം. വേണ്ടേ? ഇപ്പം അയാൾ അവിടുന്ന് മെർജ് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾക്ക് മെർജ് ചെയ്യാൻ സ്പേസ് ഇല്ല. തന്നെയല്ല വരുന്നത് വളരെ സ്ലോ ആണ്. അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പം റൈറ്റിലേക്ക് മാറ്റി കൊടുത്തത്. ലെഫ്റ്റിലേക്ക് മാറ്റി കൊടുത്തത്. നമ്മളങ്ങനെ മാറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് തിരിച്ചിപ്പുറത്തെ ലൈനിലേക്ക് മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ അവർ സ്പീഡിൽ കയറി പോകണം, അല്ലെങ്കിൽ അവർ ബാക്കിലേക്ക് നിന്ന് തരണം. കാരണം നമ്മൾ ട്രക്കുകൾ പോകേണ്ട ലൈൻ എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് ലൈനാണ്. ട്രക്ക് ലൈൻ എന്ന് മാത്രമല്ല, ഒരു ഓർഡിനറി മൂവ്മെൻറ്റിന് ഏതൊരു വെഹിക്കിളാണെങ്കിലും അത് ഉപയോഗിക്കേണ്ടത് ഈ സൈഡിലത്തെ റൈറ്റ് ലൈൻ ആയിരിക്കണം. നമ്മുടെ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയതുകൊണ്ട് കേട്ടോ. പിന്നെ പാസിങ്ങിന് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ലെഫ്റ്റ് ലൈൻ ഉപയോഗിക്കാവുള്ളൂ. നമ്മൾ വണ്ടീനെ ഒന്നും പാസ് ചെയ്യുന്നില്ല, ചുമ്മാ പോവുകയാണെന്നിരിക്കട്ടെ. ഇതൊരു ഹൈവേ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു സ്ലോ ലൈൻ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതേസമയം നമ്മുടെ ചില എക്സിറ്റുകളൊക്കെ ലെഫ്റ്റ് സൈഡിൽ വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ 1 or 2 കിലോമീറ്റേഴ്സിൻ്റെ ആ ഒരു ഡിസ്റ്റൻസിൽ വെച്ചിട്ട് നമുക്ക് അപ്പുറത്തെ ലൈനിൽ നിൽക്കാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. എന്തായാലും വന്നപ്പോഴത്തേക്കും ആ സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും പറഞ്ഞതേ ഉള്ളൂ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് എല്ലാം സ്ഥിരമായിട്ടുണ്ട് നമ്മളെ അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ്റെ പേര് വാപ്പാള ജയരാജ് മേനോൻ എന്നാണ് നമുക്ക് പ്രൊഫൈലിൽ കാണിക്കുന്നത്. ജയരാജ് മേനോൻ എന്നായിരിക്കണം. കാരണം നമുക്ക് ഈ കമൻറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും യൂട്യൂബിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്തേക്കുന്നത് എന്നുള്ള ആ ഒരു പ്രൊഫൈൽ നെയിമാണല്ലോ വരുന്നത്. ചേട്ടൻ ചോദിച്ചേക്കുന്നത് ടയർ ചെക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ട് വീലുകൾ മാത്രം ഹാമർ അടിച്ച് ചെക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ല, അതെന്താന്ന്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാരണം നമ്മൾ ടയർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഹൈ പ്രഷറിലായിരിക്കുമല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടയറുകളെല്ലാം കണ്ടിന്യൂസ് ഇത്രയും ഓട്ടം ഓടുന്നതുകൊണ്ടും അതോടൊപ്പം തന്നെ ലോഡ് നന്നായിട്ട് താങ്ങുന്നതുകൊണ്ടും നല്ല ഹൈ പ്രഷറിലായിരിക്കും ഈ ടയറുകൾ. അപ്പം നമ്മൾ ഒരിക്കലും ടയറിൻ്റെ സൈഡിൽ അടിച്ച് നോക്കാൻ പാടില്ല, സൈഡ് വാളിൽ അടിക്കാനേ പാടില്ല. നമുക്ക് ആ ടയറിൻ്റെ ട്രെഡുള്ള ആ മെയിൻ നല്ല സ്ഥലമുണ്ടല്ലോ, അവിടെ മാത്രം ആണ് നമ്മൾ ടയർ അടിച്ച് നോക്കേണ്ടത്. അതും അടിച്ച് നോക്കണതിന് നമ്മൾ അങ്ങനെ ടും എന്ന് അടിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ പ്രഷർ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി നോക്കിയാൽ മതി. അപ്പോൾ തന്നെ ഫ്ലാറ്റ് ടയർ അല്ലാത്ത ടയറുകളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഫ്ലാറ്റ് ടയർ ആണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഓരോ ഒച്ചയും കേൾക്കുകയില്ല, അതിങ്ങനെ ചുമ്മാ നമ്മൾ ചക്കപ്പഴത്തിൻ്റെ അടിക്കുന്ന പോലെ ഇരിക്കും. അതേസമയം എന്തെങ്കിലും പ്രഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടങ് 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 തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ മെയിൻലി ഫ്രണ്ട് വീലിൻ്റെ ഇതിൽ നമ്മൾ അടിക്കാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്രണ്ടിലത്തെ ബമ്പർ ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട മൊത്തം കവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ടയറിൽ അടിച്ച് നോക്കാൻ പറ്റില്ല, സൈഡ് വാളിൽ അടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഒന്നാമത്തെ കാര്യം, അപ്പോൾ സൈഡ് വാളിൽ നമ്മൾ അടിക്കാൻ പാടില്ല, ഹൈ പ്രഷറിൽ അടിക്കുന്നത്. ഈ സൈഡ് വാളെല്ലാം സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് നമ്മൾ അടിച്ചാൽ ഹൈ പ്രഷർ ആണെങ്കിൽ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ടയർ ഓടി വരുന്നത് കൊണ്ട് നല്ല ഹീറ്റും കൂടെ അല്ലേ. അപ്പോൾ അതൊന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ട് ടയറിൽ വേറെ സപ്പോർട്ടിങ് ടയറൊന്നും ഇല്ലല്ലോ, ആകെ ഒരൊറ്റ ടയറുള്ളൂ. അപ്പോൾ ആ ടയർ ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ വെയിറ്റ് കാരണം നാച്ചുറലി ടയർ ഇങ്ങനെ ചതഞ്ഞിരിക്കും. നമുക്ക് ആ ഒറ്റ നോട്ടം നോക്കുമ്പോൾ കാണുമ്പോൾ തന്നെ ടയറിൻ്റെ അകത്ത് പ്രഷറുള്ള രീതിയിൽ പൊങ്ങി നിൽക്കുകയില്ല. കാരണം ബാക്കി എല്ലാ ആക്സിലുകളിലും ബാക്കിലൊക്കെ നമ്മൾ ട്രെയിലറാണേലും ഇപ്പം ഈവൻ ട്രക്കിൻ്റെ തന്നെയാണേലും ഡ്രൈവ് ആക്സിൽസ് നോക്കിയാൽ അതിലെല്ലാം സപ്പോർട്ടിങ് ടയർ ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു ടയർ ഫ്ലാറ്റ് ആണെങ്കിലും അപ്പുറത്തെ ടയർ കാറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുമല്ലോ. അപ്പോൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഫ്രണ്ടിലത്തെ ടയർ അത് ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചതഞ്ഞിരിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ അടിച്ചു നോക്കേണ്ട കാര്യമില്ല, നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. ഫ്ലാറ്റ് ആണെങ്കിൽ ഫ്ലാറ്റ്, കാറ്റുണ്ടെങ്കിൽ കാറ്റുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് ടയർ അടിച്ച് നോക്കാത്തത്. ഇപ്പം നിങ്ങൾ ആകാശത്തിൻ്റെ ഭംഗി കണ്ടോ, എന്നെ രസം നോക്കിക്കേ. അതുപോലെ തന്നെ സൺലൈറ്റ് അവിടുന്ന് ഇവിടുന്നൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും ആ സൈഡിലുള്ള ഗ്രീനറിയുടെയൊക്കെ ആ ഒരു പ്രൊജക്ഷൻ കണ്ടു. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോഴും ഫോഗ് ഉണ്ടായിരുന്നപ്പോഴും ആ ഗ്ലൂമി ആയിരുന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ മഴ മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. കാരണം ഇത്രയും ആ ഒരു വിഷ്വൽ എഫക്റ്റ് വരണമെങ്കിൽ
ഈ ഒരു സൂര്യൻ തന്നെ വിചാരിക്കണം. കാരണം നമ്മൾ സ്ഥിരം വരുന്ന റൂട്ടല്ലല്ലോ. ഇപ്രാവശ്യം മിസ്സായി കഴിഞ്ഞാൽ എന്നാൽ അടുത്ത പ്രാവശ്യം എടുക്കാമെന്ന് വിചാരിക്കുന്ന ഒരു സെറ്റപ്പ് അല്ലല്ലോ. വല്ലപ്പോഴും അല്ലേ ഈ റൂട്ടിൽ വരുന്നത്. അപ്പോൾ മാക്സിമം കാഴ്ചകൾ ഏറ്റവും നന്നായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതുപോലെ റോയിങ് സ്റ്റോറി എന്ന് പറയുന്ന പ്രൊഫൈലിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ നിങ്ങൾ ഇത്രയും റിസ്കി ടൈമിൽ ഓവർടേക്ക് ചെയ്യുമ്പോഴും ഒരുപാട് ടേൺസ് അപ്പ് ആൻഡ് ഡൗൺ റോഡ്സിൽ ഒക്കെ ഫിയർ തോന്നാറുണ്ടോ? എനിക്ക് കണ്ടിട്ട് തന്നെ ചെറിയ ഫിയർ തോന്നുന്നുണ്ട്, അതാ ചോദിച്ചേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ, നമുക്ക് ഓരോ വണ്ടിയും നമ്മൾ തുടക്കത്തിൽ എടുക്കുമ്പോഴത്തേക്കും ഓരോ വണ്ടിയും ഓടിച്ചോടിച്ച് നമുക്ക് ആ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു അളവും ആ വണ്ടിയോട് നമ്മളൊന്ന് സെറ്റാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട ഒരാവശ്യം വരാറില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ബേസിക്കലി വണ്ടി ഓടിക്കുന്നത് ഇഷ്ടമുള്ള ആളുകളായിരിക്കുമല്ലോ ട്രക്കിങ്ങിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നാച്ചുറലി തുടക്കത്തിൽ നമുക്കൊരു ഇച്ചിരി നെർവസ്നെസ് ഉണ്ടായിരിക്കുമെങ്കിലും, കാരണം ഈ പറയുന്ന പോലെ 2 വലിയ പാർട്ടാണ് നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ആ അളവ്, മൊത്തത്തിലുള്ള നീളവും വീതിയും, ഇതെങ്ങനെ വളയും, എന്തുകൊണ്ടായിരിക്കും ഇതിൻ്റെ വളവുകളും കാര്യങ്ങളും എല്ലാം ഈ രീതിയിൽ വരുന്നത്, അങ്ങനെ മൊത്തത്തിലൊരു ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ എന്നാണേലും നമുക്ക് വിഷയമുള്ള കേസൊന്നുമില്ല, അതങ്ങ് പൊക്കോളും. നമുക്കത് വണ്ടി കൺട്രോൾ ചെയ്യാനുള്ളൊരു, ഇപ്പോൾ ചില സമയങ്ങളിൽ ഇൻ കേസ് ഹെവി ലോഡ് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇറങ്ങുമ്പോൾ പുഷോ അല്ലെങ്കിൽ വലിയ വളവുകൾ വരുമ്പോഴത്തേക്കും വണ്ടിയുടെ ബോഡി റോളോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റിയറിങ്ങിലും നമുക്ക് കാലിലും ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്കങ്ങനെ ഫിയർ തോന്നേണ്ട ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ തേണ്ട നമ്മൾ സൗത്ത് കാരോളിന എന്ന സ്റ്റേറ്റിനോട് ഇവിടെ പറഞ്ഞ് ജോർജിയയിലേക്ക് കയറാൻ പോവുക കേട്ടോ. ജോർജിയ സവാന റിവർ എന്നറിയപ്പെടുന്ന ഒരു റിവറാണ് ഇതിനെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഏരിയയിൽ ഇതിനെ സൗത്ത് കാരോളിനേനെയും ജോർജിയനെയും വേർതിരിക്കുന്നത്. ജോർജിയയിലേക്ക് കയറിയെടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ നാട്ടിലെ ഈന്തപ്പനകളൊക്കെ പോലെ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈന്തപ്പനകളുടെ ഒരു പൊക്കത്തിലൊക്കെ ഉള്ള ടൈപ്പ് പാംസ് ഇഷ്ടംപോലെയുള്ള ഏരിയ ഫ്ലോറിഡ ഏരിയ. നമ്മളെ കയറിയ ആ പാലത്തിൻ്റെ അപ്പുറം ഇപ്പുറം അത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഫ്ലോറിഡയിലേക്ക് ചെല്ലും തോറും നമുക്കതിൻ്റെ ഒരു പ്രസൻസ് കൂടുവേ. അപ്പം ജോഗ്രഫിയിലും ഈ പറയുന്ന പോലെ ബോട്ടണിക്കലായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം ഒരു പ്രകടമായ വ്യത്യാസം നമ്മൾ സാധാരണ പോകുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. നമുക്കെന്തായാലും പോർട്ട് ഓഫ് എൻട്രിയിൽ ബൈപ്പാസ് കിട്ടിയേക്കുക. അപ്പോൾ അതുകൊണ്ട് വേസ്റ്റ് സ്റ്റേഷനിൽ കയറണ്ട, നേരെ വിട്ടു പോവാം. കിഡിലം ബോട്ട് കേട്ടോ, ഒരു പിക്കപ്പ് അത് വലിച്ചുകൊണ്ട് പോകുന്ന അതിൻ്റെ ട്രെയിലറിൽ. എൻ്റെ അമ്മ 4 എഞ്ചിനാ, പറക്കുമായിരിക്കും സാധനം വെള്ളം തൊട്ട് കഴിഞ്ഞു. സമ്മറിൻ്റെ വരവ് അറിയിച്ചുകൊണ്ടുണ്ടല്ലോ, ഇവിടെ ഇപ്പം 33 ഡിഗ്രി സെൽഷ്യസാണ്. സമ്മറിൻ്റെ വരവ് അറിയിച്ചുകൊണ്ട് നമ്മുടെ ബൈക്കേഴ്സിൻ്റെ ഗ്യാങ് എല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ വരുമ്പോഴത്തേക്ക് കിഡിലം ബൈക്കേഴ്സ് എല്ലാം കൂടെ ഒക്കെ ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്യാങ് നമ്മുടെ തൊട്ട് സൈഡിൽ വരുന്നുണ്ട്. നമുക്ക് വീഡിയോ ഇട്ട് നോക്കാം.
നമ്മുടെ ലൗസിലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം നമ്മൾ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ജോർജിയയിലാണ് ഇപ്പോഴും ഉള്ളത്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു കുളിയൊക്കെ എടുത്ത് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് ബാക്കി പരിപാടികൾ നോക്കാം. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഇനി നേരെ ഫ്ലോറിഡ. വേറൊരു കിഡിലം ബോട്ട് വേണ്ട ഒരു പിക്കപ്പിൻ്റെ അകത്ത് വലിച്ചുകൊണ്ട് പോകണമുണ്ടോ. ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ ബോട്ടുകളുണ്ട് കേട്ടോ, ലെഷർ പർപ്പസിനും ഫിഷിങ്ങിനും ഒക്കെ ആയിട്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടനാട് ഏരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും ബോട്ടില്ലേ. ഇപ്പോൾ വള്ളമാണേലും ഹൗസ് ബോട്ടുകളാണേലും അങ്ങനെയൊക്കെ. അതുപോലെ അമേരിക്കൻ സ്റ്റൈലിൽ ഇവിടെ എല്ലാവർക്കും മോഡേൺ ബോട്ട്, അത്രേ ഉള്ളൂ. നല്ല പവറുള്ള എൻജിൻ വെച്ച ബോട്ട്. നമ്മുടെ ജോമറ്റ് ബായ് കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് പുറകെ കൂടെ ഇറങ്ങാം.